ഈ മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ 27 മുതൽ വിതരണം ചെയ്യും. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു. 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കുക. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷന് വിതരണത്തിനായി 812 കോടി രൂപ അനുവദിച്ചതായാണ് ധനമന്ത്രി അറിയിക്കുന്നത്. 62 ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിക്കുക. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ മാസം 27-ാം തീയതി മുതലാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പഴയപടി തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ആളുകൾ വഴി അതിന്റെ വിതരണം നടത്തും. ഇതിനായി 812 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. 62 ലക്ഷം പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. അതേസമയം നേരത്തെ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഈ പെൻഷൻ തുക 200 രൂപ കൂടി വർദ്ധിപ്പിച്ച് 1800 രൂപയാക്കുന്നത്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തുക വർധനയെ കുറിച്ച് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ തീരുമാനമുണ്ടായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ തുടരുന്ന സമയത്ത് തന്നെ പെൻഷൻ തുക 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഖജനാവിൽ കാര്യമായ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ശക്തമായതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇത് 200 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ചേരുന്ന ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും. നവംബർ 1-ന് ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ് ബിനോയ്. ഈ മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ 27 മുതൽ വിതരണം ചെയ്യും. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ്.